ഇന്ത്യക്ക് മേൽ അമേരിക്ക ചുമത്തിയ പകരച്ചുങ്കം കാർഷിക ഉൽപ്പന്നങ്ങൾ, സമുദ്ര ഉൽപ്പന്നങ്ങൾ, ടെക്സ്റ്റൈൽ, ആഭരണങ്ങൾ, ഓട്ടോമൊബൈൽസ് എന്നിവയടക്കം സാരമായി ബാധിക്കുന്ന തീരുമാനമാണ് എന്നാണ് വിലയിരുത്തൽ. US സമ്മർദ്ദത്തിന് മുമ്പിൽ വഴങ്ങില്ല എന്ന സൂചനയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം പ്രതിപക്ഷം പാർലമെന്റിൽ ഉന്നയിക്കും. കഴിഞ്ഞ ദിവസം മന്ത്രി പീയൂഷ് ഗോയൽ ഇരുസഭകളിലും ഇതു സംബന്ധിച്ച് പ്രസ്താവന നടത്തിയിരുന്നു. ഇതിനിടെ NPCIയുടെ പുതിയ UPI മാറ്റങ്ങൾ ഇന്നു മുതൽ നടപ്പിലാക്കും. UPI സേവനങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവരുന്നതാണ് മാറ്റം. മധു കൊട്ടാരകര ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുന്നുണ്ട്. മധു, ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിംഗ്. ഇന്നലെ ഡൊണാൾഡ് ട്രംപ് രണ്ട് കാര്യങ്ങൾ ഒരേ സമയം തന്നെ പറയുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്ത്യ സുഹൃത്താണ്, പക്ഷേ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഇടപാടുകൾ അതേക്കുറിച്ച് നമുക്കറിയില്ല, നമ്മളത് വിഷയമേ ആക്കുന്നില്ല. അതുമാത്രമല്ല, ഉയർന്ന തീരുവയാണ് ഇന്ത്യ പലപ്പോഴും ചുമത്തുന്നത്, അതുകൊണ്ട് തന്നെ ഒരുപാട് വ്യാപാരങ്ങൾ നടക്കുന്നില്ല. പക്ഷെ ഇതൊക്കെ തന്നെയാണെങ്കിലും ഇന്ത്യക്ക് ഇതൊരു വല്ലാത്ത തിരിച്ചടിയായിരിക്കുന്നു. ഏത് രീതിയിലാണ് ഇത് നമ്മളെ ബാധിക്കുക? പിന്നെ അവിടെ നിന്നുള്ള ഒരു പ്രതികരണങ്ങൾ ഏത് രീതിയിലാണ് ഇക്കാര്യത്തിൽ? ഗുഡ് മോർണിംഗ് സ്മിത, റീജിത്ത്. ഇപ്പം വൈറ്റ് ഹൗസിൽ നിന്ന് അല്പം മണിക്കൂറുകൾ മുമ്പാണ് ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ വന്നിരിക്കുന്നത്. ഇന്ത്യ മാത്രമല്ല, അമേരിക്കയുമായി വ്യാപാര ഉടമ്പടിയിൽ ഏർപ്പെടാൻ സാധിക്കാത്ത മറ്റ് രാജ്യങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് വന്നിരിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ തീരുവകളാണ് ഇന്നിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. അമേരിക്കയുമായി വ്യാപാര ഇടപാടുള്ള ഇന്ത്യ ഉൾപ്പെടെ 1 ഡസൻ രാജ്യങ്ങൾക്കാണ് ഇപ്പോൾ ഈ പുതിയ തീരുവ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അമേരിക്കയിലേക്കുള്ള ചില ഇറക്കുമതികൾക്ക് നിരക്കുകൾ 50% വരെയൊക്കെ ഉയർന്നതാണ്. ഒരു കരാറോ അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഇത് സംബന്ധിച്ചുള്ള ഒരു കത്തോ ലഭിക്കാത്ത മറ്റ് രാജ്യങ്ങൾക്ക് ഇന്ന് രാത്രി, അതായത് അർദ്ധരാത്രിയോടുകൂടി ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിൽ നിന്ന് ഒരു മറുപടി ലഭിക്കുമെന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കാരൻ ലെവിറ്റ് പറയുകയുണ്ടായി. ഇന്ത്യക്ക് 25% തീരുവയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വലിയ തോതിൽ അമേരിക്കയിലെ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയുമായുള്ള അമേരിക്കയുടെ വെല്ലുവിളികൾ എല്ലായ്പ്പോഴും വളരെ അടഞ്ഞ ഒരു വിപണിയായിരുന്നു ഇന്ത്യയുടേത്. അതായത് വളരെ ഉയർന്ന താരിഫുകൾ കാരണം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണിയിൽ കച്ചവടം സാധ്യമാകുന്നില്ല എന്നാണ് വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നത്. ഇതിലുപരി അമേരിക്കൻ നയങ്ങളെ എതിർക്കുന്ന ബ്രിക്സ് രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ അടുപ്പം, റഷ്യയുമായിട്ടുള്ള വലിയ ആയുധ എണ്ണ ഇടപാടുകൾ, ഇതെല്ലാം ഒരു പ്രധാന വിഷയമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇതെല്ലാം ആണ് ഈ ഉയർന്ന തീരുവയ്ക്ക് ഇപ്പോൾ ഇത്തരം ഒരു തീരുമാനമെടുക്കുവാൻ കാരണമായത്. അമേരിക്കയുമായി തീരുവ പറഞ്ഞു തീർത്ത് കരാറൊക്കെ ആകാൻ ആദ്യം ശ്രമിച്ച രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയായിരുന്നു. നമ്മൾ പോലും പ്രതീക്ഷിച്ചതാണ് ഇന്ത്യ അമേരിക്ക കരാർ വളരെ വേഗത്തിൽ നടക്കുമെന്ന്. എന്നാൽ ഇന്ത്യ മനഃപൂർവ്വം ചർച്ചകൾ സാവധാനത്തിലാക്കി എന്നുള്ള ഒരു വിലയിരുത്തൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതും ഈ ഉയർന്ന താരിഫിന്റെ പിന്നിലുണ്ട്. മറ്റ് പല രാജ്യങ്ങൾക്കും അടിസ്ഥാന തീരുവയായ 10% ആയപ്പോൾ കാനഡയ്ക്ക് 35% ഏർപ്പെടുത്തിയിരിക്കുന്നത്. ശ്രീലങ്ക, തൈവാൻ, വിയറ്റ്നാം ഇവർക്ക് 20%. അതുപോലെ ഈ ധാരണയിലായ ബ്രിട്ടൻ, ജപ്പാൻ, സൗത്ത് കൊറിയ, യൂറോപ്യൻ യൂണിയൻ കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു അവരുമായിട്ട് ധാരണയായത്. ഇവർക്കെല്ലാം 10 മുതൽ 20% വരെയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡൊണാൾഡ് ട്രംപ് ഈ രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തിയ തീരുവയിൽ നിന്ന് വളരെ കുറവാണ്, ഈ 10 മുതൽ 20% വരെ. എന്നാൽ ചരിത്രം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ഉയർന്ന തീരുവയുമാണ്. എന്നാൽ അമേരിക്കയുമായി ഒരു ധാരണയാകാത്ത രാജ്യങ്ങൾക്ക് 50% വരെ തീരുവ ചുമത്തുമെന്ന് ഉള്ള ഒരു റിപ്പോർട്ടുകളും വാഷിംഗ്ടണിൽ നിന്ന് വരുന്നുണ്ട്. ഇതേസമയം മെക്സിക്കോയ്ക്ക് ഡൊണാൾഡ് ട്രംപ് 90 ദിവസത്തെ ഒരു ഇളവ് നൽകിയിട്ടുണ്ട്. അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണിയിലെ വില ഉയരുകയില്ല. പക്ഷേ ഈ ഉയർന്ന തീരുവ അടിച്ചേൽപ്പിക്കുന്ന രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ ജനത അമേരിക്കൻ വിപണിയിൽ നിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ വലിയ തുക കൊടുക്കേണ്ടി വരും. ഇത് ഇന്ത്യക്ക് അപ്പുറമായിട്ട് നമ്മുടെ നാട് കേരളത്തിനെ വലിയ തോതിൽ ഇത് ബാധിക്കും. കാര്യം നമുക്കറിയാം, കിറ്റക്സ് പോലുള്ളവരുടെ ഉൽപ്പന്നങ്ങളാണ് വാൾമാർട്ട് പോലുള്ള കടകളിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത്. നമ്മുടെ കയർ ഉൽപ്പന്നങ്ങൾ, നമ്മുടെ സമുദ്ര ഉൽപ്പന്നങ്ങൾ, ഇവയെല്ലാം അമേരിക്കൻ വിപണിയിൽ അവരുടെ വില ഉയരുവാൻ വലിയ കാരണമാകും. സ്മിത, റീജിത്ത്. മധു, ഇതിൻ്റെ ഇന്ത്യക്ക് കനത്ത തിരിച്ചടി ഇതുണ്ടാക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. ഈ പശ്ചാത്തലത്തിൽ വളരെ ഗൗരവത്തോടു കൂടി തിരക്കിട്ട ചർച്ചകളിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അമേരിക്കയുമായൊരു ചർച്ചയ്ക്കുള്ള സാധ്യതയൊക്കെ ഇനിയുണ്ടോ? എന്തെങ്കിലും ഒരു പ്രതീക്ഷ കേന്ദ്ര സർക്കാർ തുടർ ചർച്ചകൾ ഉണ്ടെങ്കിൽ അതിൽ വെച്ചു പുലർത്തുന്നുണ്ടോ? മധു കൊട്ടാരക്കര.
ശ്രീജിത്ത്, ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സൗഹൃദമൊക്കെ രണ്ട് രാജ്യങ്ങൾക്കും ഗുണകരമാകുന്ന രീതിയിൽ ചൈനയ്ക്കെതിരെ ഒരു വലിയ ഒരു വിപണിയാണ് അല്ലെങ്കിൽ ഒരു വ്യാപാരമാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ. രണ്ട് നേതാക്കളും ഇവർ തമ്മിൽ 500 ബില്യന്റെ വ്യാപാരം നടത്തണമെന്നുള്ള ഒരു ധാരണയായതാണ്. പക്ഷെ ഇപ്പോൾ നമുക്ക് വരികൾക്കിടയിൽ കൂടെ വായിക്കാൻ സാധിക്കുന്നത് റഷ്യൻ വിപണിയിൽ നിന്ന് ഇന്ത്യ വളരെ കൂടുതൽ ഊർജ്ജ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു. ഒരു വശത്ത് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ അന്നു മുതൽ അമേരിക്കയുടെ ഊർജ്ജ ഉൽപ്പന്നങ്ങൾ മറ്റു രാജ്യങ്ങൾ വാങ്ങണം എന്നുള്ളൊരു ക്യാമ്പയിൻ തന്നെ നടത്തി യൂറോപ്യൻ യൂണിയനെ വരെ പറഞ്ഞ് സമ്മതിപ്പിച്ചപ്പോൾ ഇന്ത്യ പോലൊരു അടുത്ത സുഹൃത്ത് റഷ്യ പോലൊരു രാജ്യത്തിൽ നിന്ന് ഇത്രയധികം സൈനിക ഉപകരണങ്ങളും ആയുധങ്ങളും എണ്ണ ഉൽപ്പന്നങ്ങളും വാങ്ങുന്നതായിരിക്കാം ഒരുപക്ഷെ പ്രകോപിപ്പിച്ചത്. തന്നെയല്ല, ബ്രിക്സ് രാജ്യങ്ങളുടെ അമേരിക്ക വിരുദ്ധ നയങ്ങൾ, അത് ഡൊണാൾഡ് ട്രംപ് പല പ്രാവശ്യവും പറഞ്ഞതാണ്. പക്ഷേ ബ്രിക്സ് രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ സൗഹൃദമൊക്കെ ഈ ഒരു ധാരണയിൽ എത്തുവാനുള്ള ഒരു തടസ്സമാണ്. പക്ഷേ രണ്ട് രാജ്യങ്ങൾക്കും ഇത് പറഞ്ഞു തീർത്ത് ഒരു ഉടമ്പടി ഉണ്ടാകുന്നതായിരിക്കും നല്ലത്. തന്നെയുമല്ല, അമേരിക്ക പറയുന്നത് ഏതാണ്ട് $45 ബില്യൺ വ്യാപാര കമ്മി ഇന്ത്യയുമായിട്ട് ഉണ്ട്. അതും ഒരു വലിയൊരു വിഷയമായിട്ട് ഒരു മാർഗതടസ്സമാണ് ഒരു കരാറിലേക്ക് എത്തുവാൻ. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ട്രംപിന്റെ മറ്റൊരു പോസ്റ്റും ട്രൂത്ത് സോഷ്യലിൽ എത്തിയിരുന്നു. പാകിസ്ഥാനുമായുള്ള പുതിയ വ്യാപാര കരാർ ഒപ്പിടുന്നതിന്റെ ധാരണയെക്കുറിച്ചെല്ലാം തന്നെ. അതും ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. മധു കൊട്ടാരക്കരയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.